ശ്രീമൂലം. കുട്ടിയമ്മയുടെ നാള് പൂരാടം. മോള് എന്ന് ജോത്സ്യന് കുറച്ച് പാലെടുത്തോണ്ട് വാ. ജോത്സ്യരെ, നാളെ ചേർന്നാലും ഇല്ലേലും കല്യാണ മുഹൂർത്തം നിശ്ചയിച്ചോളി. പ്രതിവിധി ഉണ്ടാക്കാം. മോൻ നല്ല സമയത്ത് തന്നെ വന്നു. എന്തോന്നാ നല്ല സമയം? മോനെ, നിന്റെയും കുട്ടിയമ്മയുടെയും വിവാഹം നിശ്ചയിക്കാൻ പോവാ. എനിക്കൊരു വ്രതമുണ്ട്. 101 ദിവസം കഴിഞ്ഞ് നിശ്ചയിച്ചാൽ മതി. അയ്യോ, ഈ കൊട്ടാരം കണ്ടപ്പോ അടിയന് തല ശുദ്ധണേ. തമിഴത്തി തമിഴത്തി അറിയൊരു കരിമ്പാമ്പ്. കരിമ്പാമ്പോ? എവിടെ? അയ്യോ അയ്യോ, നാഗമണിക്കോട്ടയിലെ നാഗപ്പാമ്പേ, ഏഴിലം പാലച്ചോട്ടിൽ വാഴും പാമ്പേ. നാഗമണിക്കോട്ടയിലെ നാഗപ്പാമ്പേ, ഏഴിലം പാലച്ചോട്ടിൽ വാഴും പാമ്പേ. പാഴേ പോകുന്ന രാരച്ചൻ പാമ്പാട്ടി കൂടയിൽ പോറ്റുന്ന പാമ്പേവാ, പാമ്പേവാ. അയ്യോ, നല്ല പാമ്പ്. എനിക്കിതിന്റെ തല ശക്തിക്കളഞ്ഞ് ചുട്ടു തിന്നണം. എന്തിന്? ഇവിടെ പാലുണ്ട്, പഴമുണ്ട്, പാൽപ്പായസം കൂട്ടി ഊണുമുണ്ട്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ഇവിടെ കിട്ടും. അതിനെറിഞ്ഞേക്കൂ. അയ്യോ, എന്റെ മുഖത്തേക്ക് നോക്കൂ. എന്തിനാണ് ആലോചിക്കുന്നത്? നിങ്ങൾ എന്റെ ഭർത്താവാണ്. കുളിച്ച് ചന്ദനക്കുറിയും ചാർത്തി, വീരാളി പട്ടുടുത്ത്, മാറത്ത് മണിമാലയും ചാർത്തി നമുക്ക് ഈ കൊട്ടാരത്തിലെ രാജാവും രാജ്ഞിയുമായി കഴിയണം. അയ്യോ വേണ്ട, എനിക്കങ്ങ് കാരാമെ പിടിക്കാൻ പോണം. പിന്നെ ഈ പൊന്നി മഹാദേശക്കാരിയാണ്. നിങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട്. എന്നെ കൊല്ല. കരയല്ലേ? നാട്ടുകാരോട് ഞാൻ ചെയ്ത ശബ്ദം കേട്ടില്ലേ? ഇന്നേക്ക് 101-ാം ദിവസം നിങ്ങളെ ഏറ്റവും വലിയ പോരാളിയാക്കി മാറ്റി ആ കയ്യന്മാരോട് പൊരുന്നുമെന്ന്. ആ വരും, കുളിക്കും. തോണിമാരെ, എണ്ണയും താളിയും എടുത്തു വെക്കും. ഉത്തരവ് പോകൻ. ഇവിടെ നോക്കി. നല്ല കണ്ണ്, നല്ല മൂക്ക്, ചീകി ഒതുക്കിയാൽ നീയൊത്ത മുടിയഴക്, മുല്ലപ്പൂ പോലുള്ള പല്ല്. തോഴിമാരെ, കുളിച്ച് ഏറെ നാളായി കാണും. ചേർ കട്ട പിടിച്ചിരിപ്പുണ്ട്. എന്നാലും വേഗം നോവാതെ കുളിപ്പിക്കണം. ശരി, വരൂ. എഴുന്നേൽക്കൂ. അമ്പോ, അതാ നോക്കി. ശ്രീരാമൻ ജനക കൊട്ടാരത്തിലെത്തി വില്ലൊടിച്ച് സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നു. പെങ്ങൾ എവിടെ പോയാലും എന്റെ അമ്പുമോനെ കൂടെ കൊണ്ടുപോകും. മോനെ, പൊന്നി കാരണം ഈ കുടുംബം കണ്ണീരിലാണ്ടു. ഇനി നീയും ഇങ്ങനെ കഞ്ഞിയും വെള്ളവും കുടിക്കാണ്ടിരുന്നാൽ എല്ലാരും ഒന്നിച്ചു മരിക്കേ വേണ്ടു. എന്റെ പൊന്നുമോനല്ലേ വന്നൂണ് കഴിക്കുന്നു. കാരപ്പിള്ളേരെന്നെ കളിയാക്കണമേ. കൂടെ പിറന്നവളെ കാണാനൊക്കാത്ത മഹാപാപിയാണ് ഞാനെന്ന്. എന്റെ നേർപ്പങ്ങളെ കൂട്ടിക്കൊണ്ടുവരാതെ ഞാൻ ഒന്നും കഴിക്കില്ല. പൊന്നുമോൻ കരയാതെ. നാളെ ഏറെ കഴിയുമ്പോൾ നാടും നാട്ടാരും ഈ കഥയങ്ങ് മറക്കും.
അപ്പോൾ അച്ഛൻ മോനെ കൊണ്ടുപോയി പൊന്നിയേട്ടത്തിയെ കാണിക്കാം. മോനെ അബു, ഈ പാൽക്കഞ്ഞി കുടിക്കൂ. കുടിക്കും മോനെ. എന്റെ പൊന്നു പെങ്ങൾ നാട് കിടത്തിയ മൂതൻ. പറയണേനും ചെയ്യണേനും ഒരു അതിരുണ്ട്. നിങ്ങളൊക്കെ പോയി. അവൻ പട്ടിണി കിടന്നു പോയി. എന്തുമാത്രം ചേറായിരുന്നു ദേഹത്തിൽ. അല്ല പെണ്ണ്, അതെ അതെ, കുളിപ്പിച്ച് കുളം കൂടി കറുത്തുപോയി. എന്തിനാ ഈ ചേറ് കഴുകി കളയാൻ പോയത്? ശരീരത്തിനൊരു ബലമായിരുന്നു. ആ, ഇവിടെ ഇരുന്നോളി, അനങ്ങി പോകരുത്. തമ്പുരാട്ടി ഇപ്പോ വരും. അയ്യോ അയ്യോ, ആളിനെ കണ്ടില്ലല്ലോ. എവിടെ പോയി? ആഹാ, ഇവിടെയുണ്ടോ? വരി. ആ, ഇവിടെ ഇരിക്കും. അയ്യോ ഇരിക്കണ്ട. എനിക്ക് തേവള്ളിക്കാട്ടിൽ മരം വെട്ടാൻ പോണ കാലത്ത് പഴങ്കഞ്ഞിയും കുട്ടിച്ചോണ്ടിങ്ങ് വരാം. എവിടെയും പോണ്ട. അക്ഷരാഭ്യാസം ചെയ്യണ്ടേ? അഭ്യാസമൊന്നും വേണ്ട. പയറ്റ് പഠിക്കണ്ടേ? ആ, പയറ്റ് പഠിക്കണം. മലയിലൊരു മഞ്ഞക്കിലെ പാട്ട് പാടുന്നു, പാട്ടു കേട്ടു കുരുവി കുട്ടൻ തളമടിച്ചല്ലോ, തന്നല്ലേ തന്നാലേ തന്നല്ല തന്നാലേ. കൊള്ളാം. ഇതുപോലെ എല്ലാ വിദ്യകളും പഠിച്ച് നമുക്ക് നാട്ടാതെ മുൻപിലേക്ക് ചെല്ലണം, വെല്ലുപിടിക്കണം. ഇരിക്കും. അയ്യോ ഇരിക്കണ്ട. ഇരുന്നാലേ ഞാൻ അങ്ങനെ തൊപ്പോന്ന് താഴെ വീഴും. ഒന്നും വീഴില്ല. അയ്യോ അയ്യോ, തൊപ്പോന്ന് താഴെ വീഴും. മോളെ നില്ല്, മോളെ നില്ല്. വേണ്ട അപ്പച്ചി, വേണ്ട. ഇനി എന്നെ ഇങ്ങനെ കുരങ്ങി എളുപ്പിക്കണ്ട. എന്റെ മോളെ, ചന്തുവിന് 101 ദിവസത്തെ വ്രതമുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ നിനക്ക് പുടവ തരും. വ്രതം എന്തിനാണെന്ന് എനിക്കറിയാം. നാടാകെ പെണ്ണിന് തേടി നടക്കുന്ന പുരുഷനെ എനിക്ക് വേണ്ട. എന്റെ പൊന്നു മോളെ, എനിക്ക് ആണും പെണ്ണുമായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. അവന്റെ കുറ്റവും കുറവും മറക്കാനും പൊറുക്കാനും ഉറപ്പെന്നല്ലാതെ മറ്റാര് വരും? വാ മോളെ, വാ. മതി. ആ മരം വെട്ടിയെ കൊന്ന് പൊന്നിയെ കൊണ്ടുവരേണ്ട കാര്യം ഞാൻ ഏറ്റു. ചന്തു, നീതി ന്യായം നോക്കിയേ പറ്റൂ. ശരിയാണ്. വാള് കണ്ടാൽ വിറയ്ക്കുന്ന മരം വെട്ടിയെ തോൽപ്പിക്കാൻ ഈ പൊങ്ങൻ ചട്ടിക്ക് പോലും കഴിയും. 101 ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചിരിക്കേ. ഞാനാണ് അങ്ങയെ ആദ്യമായി അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്നത്. ആ ദക്ഷിണ എന്റെ കയ്യിൽ തരും. 2 കൈ കൊണ്ട് തരും. തൊഴിൻ, ഇരിക്കാൻ. ഇപ്പോൾ ഞാൻ അങ്ങയുടെ ഗുരു. ഞാൻ ആരാന്ന് പറയും? ഗുരു. ഗുരുവല്ല, ഗുരു. ഗുരു 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 ഗുരു. ഗുരു ഗുരു. ആ, അങ്ങ് ശിഷ്യൻ പറയും. അങ്ങ് ശിഷ്യൻ പറയും. അല്ല, ശിഷ്യൻ. 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 ഈ ഗുരുശിക്ഷ ബന്ധമാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ബന്ധം. ഹരി. അരി. അല്ല, അരി. ഹരി. ഹരി. ആ, ശ്രീ. സ്ത്രീ. ശ്രീ. 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 ആ. ഗണപതായേ നമഃ. ഗണപതി നാമ. ഗണപതായേ നമഃ. ഗണപതായേ നമഃ.
അവൾ കണ്ടെടുത്ത ജഡമാം മൺകട്ടയെ വിദ്യതൻ സ്വർണച്ചൂളയിൽ വെച്ചു നീറ്റി നവമാം മാണിക്യമായി മാറ്റിനാൾ പൊന്നി. പിന്നെയവൾ സ്വജന്മമവനായി അർപ്പിച്ചു തൻ ജീവിതം മണ്ണിൽ ധന്യമതാകുവാൻ തരുണനെ തൻ കാന്തനായ എണ്ണിനാൾ. എന്റെ ശപഥപ്പടി ഇന്ന് 101 ദിവസമാണ്. അതെ, ഇന്ന് കാളികാവ് ക്ഷേത്രനടയിൽ എന്റെ ഗുരുവിനെ പിടിച്ചുകൊണ്ടുപോകാൻ കുടികൊണ്ടുവരുന്ന വീരന്മാരെത്തും. തുണയുണ്ടെങ്കിൽ വരട്ടെ. നന്നായി പൊരുതണം, ഒന്നും മറക്കരുത്. മറക്കാനല്ല ഗുരുവേ ഞാൻ പഠിച്ചത്. ഓങ്കാര ശബ്ദം മുതൽ എനിക്ക് ഓടിത്തുന്ന എല്ലാ വിദ്യകളും അണുവിട കൂടാതെ തെറ്റുകൂടാതെ ഞാൻ ചെയ്യും. തോൽവിയോടടുക്കുമ്പോൾ ശത്രുക്കൾ പരിഹസിച്ച് മനസ്സ് പതറിക്കാൻ നോക്കും. എല്ലാത്തിനും മുൻപ് പളുങ്കൻ പഠിച്ചത് ആപത്തിൽ മനസ്സുറച്ചു നിൽക്കാനാണ്. പതറാത്ത മനസ്സിന്റെ മുമ്പിൽ ആകാശം വിടിഞ്ഞു വീണാലും നിൽക്കും എന്ന് വിരൽ ചൂണ്ടിയാൽ അതവിടെ നിൽക്കും. കൊള്ളാം. കാവിലമ്മേ, എനിക്ക് കനിഞ്ഞു തന്ന ഈ പോരാളിക്ക് ഒരാപത്തും വരുത്തരുതേ. മരിച്ചുപോയ ആരോ മരിച്ചവരുടെ മേനിഴകൊണ്ടല്ലോ. ഇവൻ തന്നെയാണോ ആ മരമട്ടി? അതെ, കുപ്പയിൽ കിടന്ന കനകക്കട്ട. നാട്ടാരെ, എന്റെ ശബ്ദപ്പടി 101 ദിവസം ഇതാ എന്റെ മരം വെട്ടിയെ നിങ്ങളുടെ മുൻപിൽ നിർത്തിയിരിക്കുന്നു. എന്റെ സ്വയംവരത്തിന് ഏർപ്പെടുത്തിയ 4 കാര്യങ്ങളും ചെയ്യാൻ കരുത്തുള്ളോൺ. പണ്ട് വില്ലെടുത്ത് നടുവൊടിഞ്ഞു ഓടിയ വീരന്മാരെ നിങ്ങൾ നോക്കിക്കൊള്ളേ. ഇന്നലെ വരെ മരം വെട്ടി നടന്ന കാടൻ പളുങ്കനല്ല ഇവൻ. ഇവനെ നാം ദുർഗാദാസൻ എന്ന് പേര് വിളിക്കുന്നു. നാട്ടാരെ, ജാതിയും തൊഴിലും ചൊല്ലി ആക്ഷേപിച്ച കയ്യന്മാരെ, എനിക്ക് പുടവ തരാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ജയിച്ചു വരാതെ ഞാൻ ഈ മനുഷ്യന്റെ കൂടെ അന്തി ഉറങ്ങില്ല. കാവിൽ അമ്മയാണ് സത്യം. എനിക്കുണ്ട നടുവിലിരിക്കും കരിമ്പൂതത്തോട് ഏറ്റുമുട്ടി എനിക്കുള്ള താലിയും പുടവയും എടുത്തോണ്ട് വരുന്നു. പഴയ മരം വെട്ടി തന്നെയാണ്. എനിക്കും അത് തന്നെയാണ് സംശയം. വരട്ടെ മാറ്റി നോക്കാം.
കാണുകയാണോ? കൊന്ന ആ ഇബിലീസിനെ അവൻ കൊന്നോ? കൊന്നു. നാട്ടാരെ, മൂന്നാമത്തെ മത്സരപ്പടി ഇതാ. എന്റെ പുരുഷൻ കാവിലിരിക്കും കരിനാഗങ്ങളെ പാടി വരുത്താൻ പോകുന്നു. രാവിലെ സന്ധ്യാപൂജ കഴിഞ്ഞിട്ട് തുടങ്ങാം.